ഹായ് ഹലോ. അപ്പൊ നമ്മൾ പെയർസ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത് അല്ലെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെ പഠിച്ചു? ബേസിക് ആയിട്ടുള്ള ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് നമ്മളുടെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ടേം, അൺലൈക്ക് ടേം അല്ലെ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലെ. പെയർസ് ഓഫ് ഇക്വേഷൻ. എന്തായിരുന്നു പെയർസ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും അല്ലെ. ഇക്വേഷൻ പറയുമ്പോൾ അതിൽ വേരിയബിൾസ് ഉണ്ടായിരിക്കും അല്ലെ, അതിൽ നമ്പേഴ്സ് വന്നിരിക്കും, അതിലൊരു ഓപ്പറേഷൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇതിലൊരു വേരിയബിൾ നമ്മൾ കണ്ടെത്തും അല്ലെ, അതിന്റെ ആൻസർ നമ്മൾ കണ്ടെത്തും. അപ്പൊ ഒരു പെയർ ഓഫ് ഇക്വേഷൻ പറഞ്ഞാൽ എന്താണ്? രണ്ട് ഇക്വേഷനുകൾ വെച്ച് പഠിക്കുന്നതാണ് നമ്മൾ ഈ ചാപ്റ്റർ മെയിൻ ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണിത്. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻസുകളാണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? നോക്കൂ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? Priya bought a bag of a pair of slipper for 1,100 rupees. ബാഗും ഒരു സ്ലിപ്പറും ആര് വാങ്ങി? പ്രിയ വാങ്ങി. റുപ്പി. The bag cost is 300 rupees more than the slipper. സ്ലിപ്പറിന്റെ റേറ്റ് എന്ന് പറയുന്നത്, അഥവാ ബാഗിന്റെ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ലിപ്പറിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെയാണ് നമ്മളോട് കാണാൻ പറ്റുന്നത് എന്താണ്? The price of the slipper and the price of the bag ആണ് നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാ പറഞ്ഞത്, നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? സ്ലിപ്പറിന്റെ റേറ്റ് നമുക്ക് എക്സ് എന്ന് എടുക്കാം. സോ ഓക്കെ, അപ്പൊ സ്ലിപ്പറിന്റെ റേറ്റ് നമ്മൾ എക്സ് എന്ന് എടുക്കുമ്പോ എന്താ പറഞ്ഞത്? ഫോർ എക്സാമ്പിൾ, സ്ലിപ്പറിന്റെ റേറ്റ് 100 രൂപയാണെങ്കിൽ നമ്മുടെ ബാഗിന്റെ റേറ്റ് എന്താവും? 300 രൂപ കൂടുതലാണ്. സോ ബാഗിന്റെ റേറ്റ് എന്താവും? ഓട്ടോമാറ്റിക് 400 ആവും. സോ നമ്മൾ സ്ലിപ്പറിന്റെ റേറ്റ് എക്സ് ആണ് വിചാരിക്കും. എക്സ് റുപ്പീസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാഗിന്റെ എന്താവും? എക്സ് പ്ലസ് 300. ഇനി എന്താ പറഞ്ഞത്? ഇത് രണ്ടും കൂടി എത്ര രൂപയായി? എക്സും എക്സ് പ്ലസ് 300 കൂടുമ്പോ എത്ര രൂപയായി എന്നാ പറയണത്? 1,100 റുപ്പീസ് ആയി. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് പ്ലസ് 300 ഈക്വൽ ടു 1,100. അതായത് എന്തായി? 1,100 റുപ്പീസ് ആയി. സോ ഇവിടെ നമുക്ക് ഇനി എങ്ങനെ എക്സ് കാണാൻ പറ്റും? നമുക്കിവിടെ ഇത് ലൈക്ക് ടേംസ് ആണ് അല്ലെ. അവിടെ എന്തില്ല? ഡിഫറെന്റ് വേരിയബിൾസ് അല്ല, പവേഴ്സും ഡിഫറെന്റ് അല്ല, സെയിം പവർ ആണ്, സെയിം വേരിയബിൾ ആണ്. സോ നമുക്ക് അതിനെ അവിടെ നടക്കുന്ന ഓപ്പറേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താണ്? എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് ചെയ്യാൻ. സോ 2x പ്ലസ് 300 ഈക്വൽ ടു 1,100. ഓക്കെ ആണോ? ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഓക്കെ, ഇവിടെ നമുക്ക് 300 നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ ടു നെക്സ്റ്റ് അപ്പർ സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 2x ഈക്വൽ ടു 1,100 മൈനസ് 300 എന്ന് വരും. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x ഈക്വൽ ടു 1,100 മൈനസ് 300 എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, 800. സോ x is equal to 800. 2 into ആണ് അല്ലെ. 2x എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൾട്ടിപ്പിൾ ഓഫ് x എന്നാണ്. ഓക്കെ, 2 മൾട്ടിപ്പിൾ ഓഫ് x എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇൻറ്റു പോകുമ്പോൾ എന്താവും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻറ്റു ആണെങ്കിൽ അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഈക്വലിന്റെ നെക്സ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആയി മാറും. ഓക്കെ ആണോ? സോ അത് ഇവിടെ വരുമ്പോ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈക്വൽ ടു x is equal to 400 എന്ന് കിട്ടും. അപ്പൊ ചെരുപ്പിന്റെ വില 400 ആണെങ്കിൽ ബാഗിന്റെ വില എന്താണ്? സോ സ്ലിപ്പറിന്റെ റേറ്റ് 400 ആണെങ്കിൽ ബാഗിന്റെ റേറ്റ് കണ്ടുപിടിക്കാൻ എന്ത്? നമുക്കറിയാം എക്സ് പ്ലസ് 300 ആണെന്ന് അറിയാലോ. എക്സ് ഇവിടെ എന്താ നമുക്ക് കിട്ടിയല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 400 പ്ലസ് 300 ഈക്വൽ ടു 700. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അപ്പുറത്തുണ്ടല്ലോ. ഓക്കെ, നോക്കൂ ക്വസ്റ്റ്യൻ എന്താണ്? The sum of the two number is 26 and the difference is 4.
വാട്ട് ഈസ് ദ നമ്പർ? നമ്മൾ ഇതുപോലെ തന്നെ എവിടെ പഠിച്ചിട്ടുണ്ട്, ബേസിക്കലി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ് ദ സം ഓഫ് ദ ടു നമ്പർ? രണ്ട് നമ്പറുകളെ സം എന്ന് പറയുന്നത് 26 ആണ്. ആൻഡ് ദ ഡിഫറൻസ് ഈസ് 4. ഓക്കെ, അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ദെൻ വാട്ട് ആർ ദ നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സം പറയുമ്പോൾ രണ്ട് നമ്പേഴ്സുകൾ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ സം എന്ന് പറയുമ്പോൾ രണ്ട് നമ്പേഴ്സുകളാണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ കാണാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ നമ്പറിനെ കാണുന്നുണ്ടെങ്കിൽ ഈ തന്ന രണ്ട് നമ്പർ നമ്മൾ പ്ലസ് ചെയ്യുക, ദെൻ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. ദെൻ ചെറിയ നമ്പർ ആണ് കാണണമെങ്കിൽ രണ്ട് നമ്പേഴ്സുകൾ തമ്മിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക, ദെൻ ഡിവൈഡ് ബൈ 2 ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അതിനെ ലാർജ് നമ്പർ നമ്മൾ കാണാം. ഞാൻ പറഞ്ഞ എന്താണ്? 26 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. സോ നമുക്ക് എത്ര കിട്ടും? 30 ഡിവൈഡഡ് ബൈ 2. സോ ഒരു നമ്പർ 15 ആണെന്ന് മനസ്സിലായി. ഇനി സ്മോൾ നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്മോൾ നമ്പർ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 26 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? നമ്മൾക്ക് നോക്കിക്കോളൂ കേട്ടോ. 22 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈക്വൽ ടു 11. സോ രണ്ട് നമ്പേഴ്സുകൾ നമുക്ക് ഇവിടെ കിട്ടി. ഒന്നാണ് 15. അപ്പൊ 15 പ്ലസ് 11 പറഞ്ഞാൽ നമുക്ക് 26 ആ കിട്ടുക. 15 മൈനസ് 11 പറഞ്ഞാൽ നമുക്ക് 4 ആണ് കിട്ടാം. ഇതാണ് ആ ചോദ്യത്തിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കൂ, the perimeter of a rectangle is 40 centimeter. ഓക്കെ, ഒരു പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു റെക്ടാങ്കിളിന്റെ എന്താണ്? ചുറ്റളവാണ് അല്ലെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 40 centimeter and one side is 8 centimeter longer than the other. ഓക്കെ, അതായത് എന്താ പറഞ്ഞത്? ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് 40 ആണ്. പിന്നെ എന്താ പറഞ്ഞത്? വൺ സൈഡ്, ഒരു സൈഡ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ സൈഡ് ആണ്. അടുത്തുള്ള സൈഡിനേക്കാൾ 8 സെന്റിമീറ്റർ കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദോ കാൽക്കുലേറ്റ് ദ സൈഡ്സ് എന്നാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ഓക്കെ, ഈ റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഒരു സൈഡ് സാർ എന്ത് ചെയ്തു? എക്സ് എന്ന് എടുത്തു. അപ്പൊ മറ്റേ സൈഡ് എന്താണ്? എക്സ് പ്ലസ് 8 എന്നാണ് പറഞ്ഞു. നമുക്ക് പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ അറിയാലോ. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു എൽ പ്ലസ് ബി എന്നാണല്ലോ. ഇവിടെ നമ്മുടെ കയ്യിൽ എൽ എന്ന് പറയുന്നത് എന്താണ്? എൽ ഈസ് ഈക്വൽ ടു നമുക്ക് എക്സ് പ്ലസ് 8 എന്ന് എടുക്കാം. ദെൻ ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? എക്സ് എന്ന് എടുക്കാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? ഇനി ചെയ്യാം. സോ നോക്കിക്കോളൂ, 2 ഇൻറ്റു എക്സ് പ്ലസ് 8 പ്ലസ് എക്സ് ഈസ് ഈക്വൽ നമ്മുടെ കയ്യിൽ എന്തില്ല? എന്റെ ആൻസർ എത്ര ഉണ്ട്? 40 ആണ് നമുക്കറിയാം. സോ ഇത് സോൾവ് ചെയ്ത് വരുമ്പോ 2ന്റെ അക്കോർഡിംഗ് ടു ബോർഡ് മാത്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആദ്യം ബ്രാക്കറ്റ് വേണം നമ്മൾ സോൾവ് ചെയ്യാം. സോ 2 ഇൻറ്റു എക്സും ലൈക്ക് ടേം ആയതുകൊണ്ട് 2x പ്ലസ് 8 ഈക്വൽ ടു 40. ഇനി എന്ത് ചെയ്യാം? അടുത്ത ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. സോ ഇതിന്റെ ഉള്ളോട്ട് 2നെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4x പ്ലസ് 8 എന്നുണ്ടാവും 16 ഈക്വൽ ടു 40 എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ 16 പ്ലസ് 16 നമ്മൾ എന്ത് ചെയ്യാം? ഈക്വൽ ടു നെക്സ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. സോ 4x ഈസ് ഈക്വൽ ടു 40 മൈനസ് 60 എന്നാകും. ഓക്കെ ആണല്ലോ? ഇനി ഇത് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 40 മൈനസ് 16 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? നമുക്ക് 24 കിട്ടും. സോ 4x ഈസ് ഈക്വൽ ടു 24. സോ x ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 4. ദാറ്റ് മീൻ x ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 6 എന്ന് കിട്ടും. സോ x 6 ആണെങ്കിൽ പറയുന്ന കേൾക്കൂ, x 6 ആണ് വിചാരിക്കുക. അപ്പൊ then 6ഉം
6 ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലെ. നമുക്ക് ചെയ്ത് നോക്കാം. 2 into 14 plus 6 നമുക്ക് എന്ത് കിട്ടും? 14 plus 6 പറഞ്ഞാൽ 20. സോ 2 into 20 എന്താണ്? 40. സോ ദ ആൻസർ ഈസ് ഒന്ന് പറയുന്നത് 6ഉം ഒന്ന് പറയുന്നത് 14ഉം ആണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സിമ്പിൾ ആണ് ചാപ്റ്റർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായ നമുക്ക് സ്പീഡിൽ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കാണുന്നുണ്ടല്ലോ ക്വസ്റ്റ്യന്. ഓക്കെ, എന്താണ് പറഞ്ഞത് നോക്കൂ. എ വയർ 3.5 meter long is be cut into 2 pieces with one piece bent into a square and another into a equilateral triangle. എന്താണ് equilateral triangle എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ 3 സൈഡും ഈക്വൽ ആയിരിക്കും. നമ്മൾ 8th സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടാണ്. അപ്പൊ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. ഇവിടെ ആംഗിൾസിന് ഇമ്പോർട്ടൻസ് ഇല്ല, ഇവിടെ സൈഡിനാണ് നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്. ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് മസ്റ്റ് ബി സെയിം. രണ്ടിന് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ ഷുഡ് ദ വയർ ബി കട്ട്? അതായത് സൈഡുകളുടെ ലെങ്ത് സെയിം ആയിരിക്കും. ഇപ്പൊ നമുക്കറിയാം ഒരു സ്ക്വയറിന്റെ സൈഡ് എത്ര ഉണ്ടായിരിക്കും? ഒരു സ്ക്വയറിന് എത്ര സൈഡ് ഉണ്ടായിരിക്കും? ഒരു ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ടായിരിക്കും നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞത് പ്രകാരം സ്ക്വയറിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ 10 ആണെങ്കിൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്തായിരിക്കും? 10 ആയിരിക്കും. അതാണ് പറഞ്ഞൊരു ഉദ്ദേശം. മനസ്സിലായോ? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ ആണോ? സോ നമ്മൾ ഇവിടെ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ എ ആണ്. സോ വാട്ട് ഇസ് ദ പെരിമീറ്റർ? ഇതിന്റെ പെരിമീറ്റർ എന്താ? പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്താ? 4a ട്രയാങ്കിൾ എന്താവും പെരിമീറ്റർ ഉണ്ടത്? ഇതിന്റെ 3a നമുക്കറിയാം. ഇതിന്റെ ടോട്ടൽ ലെങ്ത് ഈ ഒരു വയർ കട്ട് ചെയ്താണുള്ളത് ഉണ്ടായിരിക്കുന്നത്. ടോട്ടൽ ലെങ്ത് നമുക്ക് എന്തറിയാം? 3/1/2 ആണ് നമുക്കറിയാം. ആണല്ലോ, 3/1/2 ആണ് നമുക്കറിയാം. ഇങ്ങനെയുള്ള കേസിൽ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് 4a ഇത് എന്ന് പറയുന്നത് 3a ആണ്. സോ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 3/1/2 നമുക്ക് കിട്ടണം. അപ്പോ 4a plus 3a equal to 3/1/2 ആണ്. ഓക്കെ ആണോ? ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? 7a equal to 3.5 എന്ന് കിട്ടും. അഥവാ 3/2 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? a കിട്ടണം നമുക്ക്. a is equal to 3/2. ഈ 7 ആണല്ലോ ആവും. ഇങ്ങോട്ട് വരുമ്പോ അത് നമുക്ക് ആക്ച്വലി ഇത് ഇൻറ്റു ആയതുകൊണ്ട് തന്നെ ഇത് മൊത്തം ഈ നമ്പറിനെ ഫുൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് എങ്ങനെ വരും? ഇത് 7 ഇതിനെ മൊത്തം ഡിവൈഡ് ചെയ്യും. സോ ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ഇതിനെന്ത് ചെയ്യാം? ഇതിനെ റെസിപ്രോക്കൽ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3/2 into 1/7 എന്ന് എഴുതാം. അഥവാ ഇതിന്റെ ആൻസർ എന്തായി പോകും? 3/14 എന്നായി മാറും. സോ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്തായി കിട്ടി? 3/14. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? 3/14 എന്നാണ്. ക്ലിയർ ആണോ? ഇതിവിടെ 7 പറയുന്നത് 7 പറയുന്നത് 7ന്റെ ഒരു 1 ഉണ്ട്. അതാണ് റെസിപ്രോക്കൽ എന്നാണ്. ആ നമ്പർ നമ്മൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും മാറ്റി എഴുതുന്നതിനാണ് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. In the class, there are 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? അപ്പൊ ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ഉണ്ടാവുന്ന കേസിൽ ഇവിടെ പറഞ്ഞൊരു സിറ്റുവേഷൻ പറഞ്ഞാൽ ഇൻ എ ക്ലാസ് 4 more girls than boys. ബോയ്സിനേക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലാണ്. ഓക്കെ ആണല്ലോ, 4 പെൺകുട്ടികൾ കുറവ്. ഓൺ എ ഡേ when 8 boys were absent, ഒരു ദിവസം 8 ബോയ്സ് ആബ്സെന്റ് ആയിരുന്നു. So the number of the girls were twice of the number of the boys. അന്ന് ദിവസം ഉണ്ടായിരുന്ന ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ബോയ്സിനേക്കാൾ twice ആയിരുന്നു. So how many girls are there in a class എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? In a class
there are 4 more girls അല്ലെ. അപ്പൊ നമ്മൾ ബോയ്സിന് ഇവിടെ എക്സ് എന്ന് കൊടുത്തു വിചാരിച്ചോ. അപ്പൊ ഗേൾസ് എന്താവും? ഗേൾസ് എന്തായി മാറും? ഗേൾസ് എന്ന് പറയുന്നത് 4 പ്ലസ് എക്സ് ആവും അല്ലെ. 4 കുട്ടികൾ കൂടുതലാണല്ലോ, 4 പ്ലസ് എക്സ് ആവും. പിന്നെ എന്താ പറഞ്ഞത്? ഓൺ എ ഡേ വെൻ ഓൺലി 8 ബോയ്സ് were absent. ഒരു ദിവസം 8 ആൺകുട്ടികൾ ആബ്സെന്റ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബോയ്സ് ഈക്വൽ ടു 8x മൈനസ് 8 എന്ന് പറയാം. The number of girls was twice the number of boys. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അന്നുണ്ടായിരുന്ന ആൺകുട്ടികളുടെ ഇരട്ടി ഗേൾസ് ആണ് ക്ലാസ്സിൽ ഉള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാം 2 into x minus 8. ഇതൊരു ഓക്കെ ആണല്ലോ. നമുക്കറിയാം ഗേൾസിന്റെ 2 ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. 4 പ്ലസ് എക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ 2 into x മൈനസ് 8 ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ഉള്ളൂ. നമുക്കറിയാം 4 പ്ലസ് എക്സ് ആണ് 2 into x മൈനസ് 8. അഥവാ ഞാൻ പറയുന്നു 5 പ്ലസ് 2 പറയുന്നതും 3 പ്ലസ് 4 പറയുന്നത് ശരിയല്ലേ? 2 7 അല്ലേ? ഇതാണ് എഴുതിയതിന്റെ ഒരു ഉദ്ദേശം പറയുന്നത്. ഓക്കെ, ഇത് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഗേൾസ് തന്നെയാണ്. ഇത് പറയുന്നത് നമ്പർ ഓഫ് ഗേൾസിനെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 4 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 2x മൈനസ് 16 എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 4നെ നമ്മൾ അതായത് ലൈക്ക് ടേംസ് ഉള്ള ഒരുമിച്ച് എഴുതാൻ പോകും. അപ്പൊ 4 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് എക്സ് മൈനസ് 2x ഈക്വൽ ടു മൈനസ് 16 മൈനസ് 4 എന്ന് വരും നമുക്ക്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് സോൾവ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വരും? ഇതല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നുകൂടി സിമ്പിൾ ആക്കി, ഇപ്പൊ എല്ലാം മൈനസ് ടേം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാം? ഇവിടെ ഉള്ള എക്സിന് അങ്ങോട്ട് കൊണ്ടുപോകാം, മൈനസ് 16 ഇങ്ങോട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 4 പ്ലസ് 16 ഈസ് ഈക്വൽ ടു 2x മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് 20 ആണെന്ന് അറിയാം. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 2x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. സോ അവിടെ ക്ലാസ്സിലെ ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. ഇവിടെ അപ്പോ ഗേൾസിന്റെ എണ്ണം എത്രയാവും? 24 ആവും. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ഇതിന്റെ ബാക്കി കുറച്ച് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സോ ഇതുവരെ എടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മെസ്സേജ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? അത് ചെയ്യാം.